അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദുൻ നബിയുമായി നമ്മുടെ മക്കൾ വളരെ സന്തോഷത്തോടു കൂടി പാടുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരുപാട് മഹല്ലത്ത് നമ്മുടെ മദ്രസ മക്കൾക്ക് വേണ്ടി ഒരുപാട് സമ്മാനങ്ങൾ നൽകി. ഈ നൽകിയ സമ്മാനങ്ങളെ കൂട്ടത്തിൽ എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജമാഅത്ത് കമ്മിറ്റി നൽകിയ ഒരു സമ്മാനമാണ്. അൽഹംദുലില്ലാഹ്, ഇത്തരത്തിലുള്ള സമ്മാനമായിരിക്കണം നമ്മുടെ മക്കൾക്ക് നാം നൽകേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ സമ്മാനത്തിന് അർഹതായ മക്കൾ എന്ന് നമുക്ക് പറയാം. കാരണം ഈ കുട്ടിക്ക് സമ്മാനം നൽകുന്ന ഈ ഒരു വീഡിയോ എന്റെ പ്രിയമുള്ളവരെ നാം ഒന്ന് കാണും. സമ്മാന വിതരണമാണ്. ഇന്നലെ മുതൽ എല്ലാവരുടെയും കണ്ണ് രണ്ട് സൈക്കിളിലായിരുന്നായിരുന്നു. സൈക്കിൾ ആര് ഓടിക്കുമെന്നുള്ളതാണ്. അതിന് 1620 ജമാഅത്ത് നടന്നതിൽ 1452 പോയിന്റോടുകൂടെ 1620 ജമാഅത്ത് നിസ്കാരത്തിൽ 1452 പോയിന്റ് നേടിക്കൊണ്ട് കുട്ടികളുടെ പേര് പറയട്ടെ, പറയല്ലേ, ആരും ബോധം കെടൂലല്ലോ. ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നിഹാൽ. ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത, ഒരൊറ്റ സുബഹ് ജമാഅത്ത് മുടങ്ങാറില്ല. 4:20 ബാങ്കാണെങ്കിലും ആ ജമാഅത്തിലും കുട്ടി കൃത്യമായിട്ട് പങ്കെടുക്കും. സ്കൂളിലുള്ള സമയത്ത് ളുഹർ മാത്രമേ മുടങ്ങുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയത്തും ജമാഅത്തിൽ പങ്കെടുക്കുന്ന കുട്ടിയാണ്. ആരും കണ്ണുകൊള്ളിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും അവന് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ശർറുകളിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആ വിദ്യാർത്ഥിക്ക് വേണ്ടി സൈക്കിൾ നൽകുകയാണ്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി നിഹാൽ എന്ന വിദ്യാർത്ഥിയെയും അതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയത് ഉപ്പയേക്കാൾ കൂടുതൽ ഉമ്മയാണ്, അല്ലെ? കാരണം സുബൈക്ക് നമുക്കറിയാം, ഒരു കുട്ടിയെ രാവിലെ മദ്രസയിലേക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ അതിന് എണീപ്പിക്കാനുള്ള കഷ്ടപ്പാട്. 6:30 മദ്രസയാണെങ്കിൽ 6 മണിക്ക് തന്നെ വിളിക്കാൻ തുടങ്ങും, എണീക്കൂല. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെയാണ് സുബൈക്ക് 4:20 നടക്കുന്ന ജമാഅത്തിലേക്ക് ഒരു ഉമ്മ വിളിച്ചുണർത്തുന്നത്. അതുകൊണ്ട് ആ ഉമ്മയാണ് ഈ സമ്മാനത്തിന് ഏറ്റവും വലിയ അർഹതപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി നിഹാൽ എന്നെയും അതേപോലെ തന്നെ നിഹാലിന്റെ ഉപ്പ അംസക്ക എന്നിവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. അംസക്ക, കമ്മിറ്റി ഭാരവാഹികളൊക്കെ മുന്നിൽ വരും. കാരണം കുട്ടിയെ സെലക്ട് ചെയ്യാൻ വേണ്ടി അനുവദിച്ചിരുന്നത്. കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം. ഫസ്റ്റ് ബ്ലാക്കാ, അടുത്ത് കൈ പിടിച്ച് മുന്നിക്കൊന്ന് നോക്കട്ടെ. കമ്മിറ്റി കൈമാറട്ടെ. ആഘോഷ കമ്മിറ്റിക്കാരവിടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കഴിഞ്ഞ വർഷവും ഏറ്റവും കൂടുതൽ ജമാഅത്തിൽ നടന്ന സമ്മാനത്തിന് അർഹനായത് നിഹാൽ തന്നെയാണ് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി സംഭാവന നൽകിയ ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത വർഷം ഇതേപോലെ വാങ്ങാനുള്ള തൗഫീഖ് അല്ലാഹു തആല എല്ലാ വിദ്യാർത്ഥികളും, മദ്രസ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. അടുത്തത് മാഷാ അല്ലാഹ്, ഈ ഒരു വീഡിയോ കാണുമ്പോൾ വലിയ സന്തോഷമായി. കാരണം നമ്മുടെ കുഞ്ഞുമക്കളെ നമസ്കാരത്തിന്റെ വിഷയത്തിലും ഇത്തരത്തിലുള്ള കാര്യത്തിൽ അവരെ നാം പ്രോത്സാഹിപ്പിക്കണം. ആ കുഞ്ഞുമക്കള് നോക്കൂ, ഈ കുട്ടി, കാരണം കുട്ടികൾ എന്തുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർ ചോദിക്കുന്ന ഒരു സ്വാഭാവികമാണ്, എനിക്കെന്ത് കിട്ടും, എനിക്കതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്താൽ എനിക്കതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ് എന്ന്. അപ്പൊ ഈ ചെറിയ മക്കളോട് പരലോകവും സ്വർഗവും ഒക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നില്ല, അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ അവരെ കൊണ്ട് അത് സാധിക്കണമെന്നില്ല. ഷെയ്ഖ് റിഫായി തങ്ങളുടെ ഉമ്മയോട് ഷെയ്ഖ് റിഫായി തങ്ങൾ ചോദിച്ചത് ഇങ്ങനെയാണ്: ഉമ്മ, ഞാൻ നിസ്കരിച്ചാൽ എനിക്കെന്താ കിട്ടാൻ പോകുന്നത്, എനിക്കെന്താ അതുകൊണ്ട് നേട്ടം എന്നായിരുന്നു ചോദ്യം കേട്ടപ്പോൾ അപ്പോൾ പരലോകവും ആഹ്റവും അല്ല പറഞ്ഞു കൊടുത്തത്. മകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തു എന്ന് പറയുന്നത് ചക്കര. അത് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ പറഞ്ഞു, നിസ്കരിച്ചാൽ ചക്കര കിട്ടുമെന്ന് പറഞ്ഞു. നിസ്കരിച്ചാൽ ചക്കര എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. ചക്കര കിട്ടുമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കരിച്ച് മഹാനവர்கள் സുജൂദിന് പോകുമ്പോഴാണ് ഉമ്മ മുസല്ലക്കടിയിൽ ഒരു കഷ്ണം ചക്കര വെക്കുന്നത്. സ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, ഉമ്മ ചക്കര എവിടെ? അല്ലാഹു തന്നില്ലല്ലോ ചക്കര. മുസല്ലെടുത്ത് നോക്കുമ്പോൾ പറഞ്ഞു. മുസല്ലെടുത്ത് നോക്കും, മുസല്ലയിലുണ്ട് ചക്കര. അതെന്തിനാണ്? ആ ഉമ്മ അത്രയും പ്രോത്സാഹിപ്പിച്ച് എടുത്ത ആ മകൻ ഇന്ന് ലോകറിയപ്പെട്ട സുൽത്താനായി മാറിയില്ലേ? അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കളെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തോട്
ഞാൻ പ്രോത്സാഹിപ്പിച്ച ആ മക്കളെ ചെറുപ്രായത്തിൻ്റെ നിസ്കാരത്തിൽ നോക്കൂ, ഈ ഒരു കമ്മ്യൂണിറ്റി നൽകുന്ന ഈ ഒരു സമ്മാനം ഉണ്ടല്ലോ, ഇതുകൊണ്ട് മറ്റുള്ള കുട്ടികൾക്കും തോന്നും ഇനി ഞാൻ നിസ്കരിച്ചാൽ എനിക്കും ഒരു സൈക്കിൾ കിട്ടും, മറ്റുള്ളവർ ഒരു അഭിമാനം കിട്ടും. പിന്നെ അവർ ദീനിലേക്ക് വളർന്നു വന്ന് അവരെ മുഖ്ലിസീങ്ങളായി എടുക്കുക, നിഷ്കളങ്കരായി എടുക്കുക, അള്ളാഹുവിന് വേണ്ടി അവരുടെ ശ്രദ്ധ തിരിക്കുക. തീർച്ചയായും ഇത് എളുപ്പമാണ്. ചെറിയ മക്കളിൽ പെട്ടെന്ന് അത്തരത്തിലുള്ള ചിന്താഗതി ഉണ്ടാക്കാൻ പ്രയാസമുണ്ടാകും. അപ്പോൾ ഒരു ഭൗതികമായി ഈ സമ്മാനങ്ങൾ നൽകലോടുകൂടി അവർ അള്ളാഹുലേക്ക് ഉയരുകയും പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സമ്മാനം അവർക്ക് അള്ളാഹു നൽകുകയും ചെയ്യും. ഇവരുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ മാതാപിതാക്കൾക്ക് എത്തണം. നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ട് നിസ്കരിപ്പിക്കുക. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ് അതറിയണല്ലോ. നാം ഒന്ന് ഒരു അമൽ ചെയ്യുമ്പോൾ, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ, എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? എല്ലാവരും ആഗ്രഹിക്കുന്നതിനെ ഞാനത് ചെയ്താൽ എനിക്കെന്ത് കിട്ടും, എനിക്കതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ്? അതനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുകയുള്ളൂ. അവർക്ക് കിട്ടുന്ന നേട്ടത്തെ അവർക്ക് വലുതാണെങ്കിൽ അവർ ചെയ്യും. അവർക്ക് അതുകൊണ്ട് ഒരു ഗുണവും ഇല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക. അത് സ്വാഭാവികമാണ്. നമുക്കൊരാൾ ഇഷ്ടം വരുന്നതും സ്നേഹം വരുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് എനിക്ക് എന്താണ് നേട്ടം കിട്ടുക? നമുക്ക് ഇഹ്സാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു ഇഹ്സാനുള്ള കാര്യത്തിൽ പ്രത്യേകമായ ഒരു സ്നേഹവും ഒരു അടുപ്പവും ഉണ്ടാകും. അതുകൊണ്ട് കുഞ്ഞുമക്കളെ ചെറുപ്രായത്തിൽ തന്നെ നിസ്കരിപ്പിച്ച് ശീലിപ്പിക്കുക, ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. തീർച്ചയായും ആ മക്കൾ നമുക്ക് ഇഹത്തിനും പരത്തിനും ഉപകരിക്കുന്ന കുഞ്ഞുമക്കളായി മാറും. അതാണ് നമ്മുടെ മക്കളെ സ്വാധീനങ്ങളും മുഖ്യങ്ങളാകട്ടെ. കുഞ്ഞുമക്കൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും അവർ പിഴച്ചു പോയാൽ തീർച്ചയായും അൻഫുസക്കും അഹ്ലിക്കും നാറ എന്നാണ്. നീ നിന്റെ സ്വയം ശരീരത്തെ സൂക്ഷിക്കണം, അതുപോലെ നിന്റെ കുടുംബക്കാരെ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഖൂദുഹ അന്നാസ വൽ ഹിജാറ, അതായത് കല്ലുകളും അതുപോലെ മനുഷ്യരും വിട്ട് കത്തിക്കപ്പെടുന്ന നരകം. എന്തുകൊണ്ട് ഇനി കല്ലുകളും അതുപോലെ മനുഷ്യരും എന്ന് പറയാൻ കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഒരു വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നാം എന്താ ഉപയോഗിക്കുന്നത്? കല്ലാണ്. എന്തിനുകൊണ്ട് കല്ല് ഉപയോഗിക്കുന്നത്? കല്ല് കത്തൂല. നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് കല്ല് കൊടുത്തിട്ടാണ് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഗ്യാസ് ഒക്കെ ഉണ്ട്. പണ്ട് കാലത്ത് അങ്ങനെ വിറകിൽ കല്ലിങ്ങനെ വെച്ച് ഉപയോഗിക്കും. കല്ല് ഉപയോഗിക്കുന്ന കാരണം കല്ല് കത്താത്തതുകൊണ്ടാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടുപ്പ് കൊണ്ട് നാം ഉണ്ടാക്കില്ല, മറ്റെന്തെങ്കിലും സാധനം ഉപയോഗിച്ച് നമ്മൾ അടുപ്പ് ഉണ്ടാക്കില്ല. കല്ല് കൊണ്ട് എന്തിനാണ്? കല്ല് കത്തൂലാണ്. യഥാർത്ഥത്തിൽ കല്ല് കത്തും. കല്ല് കത്തണമെങ്കിൽ ഒരു വെള്ളം തിളച്ച് മറിയണമെങ്കിൽ ഒരു 100 ഡിഗ്രി ചൂടിന് വെള്ളം തിളച്ച് മറിയും. ആ ചൂടുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വീണാൽ ആ പൊല്ലലായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പലയിടങ്ങളിൽ ഓടി പല ഡോക്ടർമാരെ കണ്ടു. അവർ പറഞ്ഞു ഇവിടെ പറ്റൂല, മറ്റവിടെ കാണിക്കണം പറഞ്ഞു. വേദന കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഏവരും ഒരു 100 ഡിഗ്രി ചൂട് അത്ര ഉണ്ടെങ്കിൽ ഒരു കല്ല് കത്തണമെങ്കിലും അതും ദുനിയാവിൻ്റെ കല്ലാണ്. 1.5 ലക്ഷം വേണമെന്ന് പറയുന്നു. അപ്പോൾ ആ നരകത്തിൻ്റെ ചൂടിൻ്റെ കാഠിന്യം എത്രയാണ്? അത്രയും ഭീകരമാണ് നരകം. അതിന് രക്ഷപ്പെടുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ മക്കൾ നമ്മെ പിടിച്ചു വലിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു അവസ്ഥ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നാം തീർച്ചയായും ചെയ്തിരിക്കേണ്ട പ്രവൃത്തിയാണ് നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ അവരുടെ ദീനിയായ കാര്യത്തിൽ അവർ വീഴ്ചമർത്തിയത് കൊണ്ട് നാം എത്ര വലിയ ആലിമ്യങ്ങളായിട്ടോ സയ്യിദന്മാരായിട്ടോ അല്ലെങ്കിൽ വലിയ ഹാജികളായിട്ടോ അല്ലെങ്കിൽ വലിയ പള്ളിയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് നിന്നിട്ടോ ഒരുപാട് സാമൂഹിക കാരുണ്യ പ്രവർത്തനം നടത്തിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നമുക്ക് ഏറ്റവും വലിയ ശത്രു ആരെന്നറിയോ? നാളെ പരലോകത്ത് നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കളാണ്. അവരാണ് നമ്മുടെ ശത്രുക്കളായി വരുന്നത്. ദുനിയാവിൻ്റെ ശത്രു ഇബ്ലീസ് ആണെങ്കിൽ പരലോകത്തെ ശത്രു നമ്മുടെ മക്കളായിട്ട് വരും. അവർ നമുക്കെതിരെ തിരിഞ്ഞു നിൽക്കും. കാരണം ചെറുപ്രായത്തിൽ അവരെ പഠിപ്പിച്ചില്ല അല്ലാഹു. നിസ്കരിക്കുന്ന കാര്യമാകട്ടെ, ദീനിയായ കാര്യമാകട്ടെ. കാരണം നമ്മുടെ കാണുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ മക്കളൊക്കെ അവരുടെ ശരീരം ഭാഗം മറക്കാതെ കണ്ട് റോഡിലൂടെയും പലയിടങ്ങളിൽ പോകുമ്പോൾ മാതാപിതാക്കളോട് ചില ആളുകളുടെ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ അതിലേക്ക് കാണാം, സ്റ്റേറ്റസ് വീഡിയോസിലൊക്കെ സ്വന്തം പെൺമക്കളുടെ തലമറക്കാത്ത വീഡിയോസുകളൊക്കെ കാണുന്നു. കാണാൻ നല്ല രസമുണ്ടാകും. തീർച്ചയായും ആ മക്കളെ കണ്ട് ആഗ്രഹിക്കുന്ന, അതുകൊണ്ട് ചിലപ്പോൾ പലരും ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് ഉത്തരവാദി ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. നമ്മുടെ മക്കൾ തീർച്ചയായും അവരെ സ്വഭാവികളാക്കലും അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരിക്കലും നമ്മുടെ മക്കൾ മദ്രസയിൽ പോകുന്നുണ്ട്, മദ്രസയിലേക്ക് ഒന്ന് ചേർത്താൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞാൽ അവർ പഠിച്ചോളും. ഒരിക്കലില്ല. നിന്റെ നാക്ക് കൊണ്ട് നിന്റെ വായ കൊണ്ട് നീ പഠിപ്പിച്ച് എന്തെങ്കിലും ഒരു സുഹൃത്ത് നീ പഠിപ്പിച്ച കാര്യങ്ങൾ അവർക്ക് വേണം. നീ പഠിപ്പിക്കുന്ന കാര്യം മാത്രമേ അവർക്ക് ഓർമ്മയുണ്ടാകും. ഉസ്താദന്മാർ പഠിപ്പിക്കുന്നില്ല, ഒരുപാട് കുട്ടികൾ പഠിപ്പിക്കും. സ്നേഹം കൊണ്ട് ചൊല്ലിക്കൊടുക്കുന്ന ഒരു ഇൽമുണ്ട്. സ്നേഹം കൊണ്ട് ആലിംഗനം പിടിച്ച് അവർക്ക് ചൊല്ലിക്കൊടുക്കുന്ന ഒരു ഇൽമുണ്ട്. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവർക്ക് നാഫിയ ഇൽമ, അവർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കളുടേതാണ്. മാതാപിതാക്കൾ അത് ഏറ്റെടുക്കണം. ഇത് മദ്രസയിലേക്ക് എന്ന് ചേർത്താൽ പിന്നെ കഴിഞ്ഞു, സ്കൂളിലേക്ക് ഒന്ന് ചേർത്താൽ പിന്നെ കഴിഞ്ഞു, പിന്നെ പറഞ്ഞ് പഠിച്ചോളണം. ആ രീതിയിലാകരുത്. നമ്മുടെ മക്കളെ നാം അവരെ പ്രോത്സാഹിപ്പിക്കണം. നോക്കി ഈ ഒരു ഉമ്മ, ഒരുപാട് മക്കളില്ല ഇവിടെ, ആ നാട്ടിൽ ഒരുപാട് മക്കളുണ്ട്. ഇത്ര മക്കളെ കൊടുത്തിട്ട് നിഹാൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? നിഹാന്റെ ഉമ്മ സ്വാലിഹായ ഉമ്മയായിരുന്നു. നിഹാന്റെ ഉമ്മ നല്ലൊരു ഉമ്മയായിരുന്നു. പിന്നെ ഒരുപാട് മഹാരഥന്മാരുടെ കഥകൾ പറയുന്നുണ്ട്. അവിടെ കഥയുടെ പിന്നിൽ ഒരുപാട് മഹദികളായ ഉമ്മമാരുണ്ടാകും. ഒരുപാട് ഉമ്മമാർ എല്ലാത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉമ്മമാരാണ്. ഒരുപാട് മഹാരഥന്മാർക്ക് അവരുടെ ഉപ്പമാർക്ക് വേണ്ടി അവർ മകൻ്റെ ഈ സൽസ്വഭാവം കണ്ടിട്ട്, മകൻ്റെ ഉയർച്ച കണ്ടിട്ട് അവർക്ക് അതിന് നന്ദിയായിട്ട് എന്തെങ്കിലും ഒരു മണ്ടോ സമ്മാനങ്ങൾ എന്നൊക്കെ നൽകുമ്പോൾ പല ഉപ്പമാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് എനിക്കുള്ളതല്ല, ഇതിൻ്റെ അർഹത എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യയ്ക്ക് പോയി നൽകണം. ടിപ്പു സുൽത്താൻ ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ ടിപ്പു സുൽത്താൻ അത്ര വലിയ ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോൾ ഹൈദർ അലിയാണ് പുകഴ്ത്തി പറഞ്ഞത് ഇത് എന്നെ പുകഴ്ത്തുന്നത് എൻ്റെ ഭാര്യയ്ക്കുള്ളതാണ്, എൻ്റെ ഭാര്യയാണ് എൻ്റെ പൊന്നുമകൻ ഇങ്ങനെ ആക്കിയത്. ഔസുലാമിൻ്റെ ചരിത്രത്തിൽ നോക്കുമ്പോൾ ഔസുലാം ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിച്ചത് ഉമ്മയാണ്. കാരണം ഉപ്പില്ലാത്ത കുട്ടികളിലെ ഇമാം ഷാഫിയെ പോലത്തവർ, ഇമാം ഷാഫിയെ 6 വയസ്സിൽ തന്നെ ഖുർആൻ മനഃപ്പാഠം പഠിപ്പിച്ചു. മദ്രസയിൽ പോകുന്നതിന് മുമ്പ് കുട്ടി ഖുർആൻ മനഃപ്പാഠം പഠിച്ചു. ആ ഒരു ഖത്മുൽ ഖുർആൻ 30 ജുസു 6 വയസ്സിൽ തന്നെ ഒരു കുട്ടി പഠിക്കണമെങ്കിൽ ആ ഉമ്മ ആ കുട്ടിക്ക് എത്ര കണ്ട് അധ്വാനിച്ചിട്ടുണ്ടാകും. ചെറുപ്രായത്തിൽ തന്നെ മനഃപ്പാഠം കൂട്ടുമ്പോൾ തന്നെ ഉദുവോട് കൂടി ഇട്ട അതോട് കിബലയിലേക്ക് ഇരുന്നുകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ടായിരുന്നു ഇമാം ഷാഫിയെ ഉമ്മ വളർത്തിയത്. ഉമ്മ വളർത്തിയ കുഞ്ഞാണ് ഇമാം ഷാഫി. അതുപോലെ ഹൗസുലാനോ, അതുപോലെ റിഫായി ഷേഖ്, അങ്ങനെ മഹാരഥന്മാരായ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവരൊക്കെ ഉന്നതമായ സ്ഥാനത്തിലെത്തിയതിൻ്റെ പിന്നിൽ അവരുടെ ഉമ്മയാണ് ഏറ്റവും വലിയ പങ്കുവച്ചിട്ടുള്ളത്. പാപ്പ വഴി പോറ്റിയ ഒരുപാട് മക്കളുണ്ട്, അവർ നന്നായതില്ല. ഒരുപാട് മക്കളുണ്ട്. നൂഹ് നബിയുടെ മകൻ കഫിറായി മരിച്ച് നമുക്കറിയാം അല്ലേ. ഫിറൗന്റെ കൊട്ടാരത്തിൽ വരുന്ന മൂസ അല്ലേ എന്തായി? നബിയായി മാറി. മൂസയുടെ ഉപ്പയാരാണ്? ഫിറൗനാണ്. ഫിറൗൻ ധിക്കാരിയാണ്. ധിക്കാരിയുടെ കൊട്ടാരത്തിൽ വളർന്ന ഒരു കുഞ്ഞ്, അത് അവർ കാൾക്കുഞ്ഞില്ല, ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ഒരു നബിയായി മാറിയത് എന്തുകൊണ്ട്? ആ കൊട്ടാരത്തിലുണ്ട് ഒരു ഉമ്മ. ആ ഉമ്മയുടെ പേരാണ് ആസിയ ബീവി. ആസിയ ബീവി ആരായിരുന്നു? മുത്തഖിയായിരുന്നു, സ്വാലിഹായിരുന്നു. ഒരിക്കൽ പോലും തന്റെ ഭാര്യയായ ആസിയയെ ബന്ധപ്പെടാൻ പോലും ഫിറൗന് സാധിച്ചില്ല. കാരണം ധിക്കാരിയായ ആൾക്ക് ശരീരം ഭാര്യയാണ്,
എന്നിട്ട് പോലും അള്ളാഹു രക്ഷപ്പെടുത്തി. എന്തുകൊണ്ട്? അത് ദുആണ്. ദുആ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിന്റെ ആയുധമാണ്. കൊട്ടാരത്തിൽ മൂസാ നബിയെ വളർന്നു വരുമ്പോൾ ആ മൂസാ നബിയെ വളരെ തർബിയത്തോടു കൂടി വളർത്തിയത് ഉമ്മയാണ്. എല്ലാത്തിന്റെ പിന്നിൽ ഒരു ഉമ്മയുടെ, തീർച്ചയായും ആ ഉമ്മമാരാണ്. ഈ നിഹാലിന്റെ ഉമ്മ അൽഹംദുലില്ലാഹ് അവിടെ പറയുന്നുണ്ട്, ഈ സമ്മാനം നൽകേണ്ടത് ഉപ്പാക്കല്ല നിഹാലിന്റെ ഉമ്മക്കാണെന്ന് ഉസ്താദ് പറയുന്നുണ്ട്. എന്തുകൊണ്ട്? ഉമ്മയുടെ കഷ്ടപ്പാട്, ഒരുപാട് അധ്വാനമുണ്ട്. ഇന്ന് കാണുന്ന ലോകറിയപ്പെട്ട വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഉമ്മമാരുടെ പ്രയത്നങ്ങൾ, അധ്വാനങ്ങളെ കൊണ്ടാണ് ആ കുഞ്ഞുമക്കൾ. കാരണം ആ സ്നേഹത്തോടു കൂടി മാരോട് അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ചൊല്ലിക്കൊടുക്കുന്ന ഇൽമുകളുണ്ടല്ലോ. ഇന്ന് നമുക്ക് പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്ക്, അവർ ഒരുപാട് ദർസിൽ കിതാബുകളൊക്കെ പഠിച്ചിട്ടുണ്ടാകാം, ഒരുപാട് നേടിയിട്ടുണ്ടാകാം. അവരവരുടെ ഉമ്മാക്ക് ഉമ്മ നൽകിയ ഒരു സേവനം ഉണ്ടാകും. ചിലപ്പോൾ ഒന്നിനും കഴിവില്ലാത്ത ഉമ്മമാരുണ്ടാവും, വിദ്യാഭ്യാസം ഇല്ലാത്ത ഉമ്മമാരുണ്ടാവും. അവിടെ മക്കളും ആലിമീങ്ങളായിട്ടുണ്ടാവും. എന്ത്? അവർ ചെറുപ്രായത്തിൽ നൽകിയ ഒരു ഉപദേശം, മോനെ പഠിക്കണം, നന്നാകണം, ആ മകനിക്ക് വേണ്ടി എന്ത് ത്യാഗത്തിന് തയ്യാറായ ഒരുപാട് ഉമ്മമാർ. തീർച്ചയായും നമ്മുടെ ഉമ്മമാർ അവർ വലിയ പ്രഭാഷകന്മാരാകേണ്ടതില്ല, വലിയ ആളുകൾക്ക് വേണ്ടി അവർ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടതില്ല. ഒരു നാട്ടിൽ ഒരു ഉമ്മ, ഒരു സഹോദരി, ഒരു പെങ്ങള് അവൾ സ്വാലിഹായാൽ തന്നെ ആ നാടിന് തന്നെ അവളൊരു മാതൃകയായാൽ തന്നെ അത് തന്നെ ഒരു പ്രഭാഷണമാണ്. അത് തന്നെയാണ് ആ നാടിന്റെ ഉയർച്ച. ധാരാളം മതി. അതുകൊണ്ട് നമ്മുടെ ഉമ്മമാർ, നിഹാന്റെ ഉമ്മമാരെ പോലെ നമ്മുടെ കുഞ്ഞുമക്കളെ പള്ളിയിലേക്ക് കൃത്യമായി അയക്കണം. നിങ്ങൾക്ക് ദുനിയാവിൽ കിട്ടുന്നത് ഇത് ചെറിയൊരു സമ്മാനമാണ്. അള്ളാഹുവിന്റെ പരലോകത്ത് വലിയ സമ്മാനങ്ങളാണ് കിട്ടാൻ പോകുന്നത്. അള്ളാഹു വാങ്ങാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.